ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് നീൽസ് അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് CUET UGയുടെ കെമിസ്ട്രി ക്ലാസ്സസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. CUET UGയുടെ കെമിസ്ട്രി ക്ലാസ്സസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? അപ്പൊ നമ്മുടെ സിലബസ് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +2ന്റെ ഏകദേശം എല്ലാ ടോപ്പിക്സും നമുക്ക് ഈ സിലബസിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. അതിൽ സോളിഡ് സ്റ്റേറ്റ് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സോളിഡ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സൊല്യൂഷൻസ് വരുന്നുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി വരുന്നുണ്ട്, പിന്നെ കെമിക്കൽ കൈനറ്റിക്സ്, പിന്നെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്, പിന്നെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ് ആ ഭാഗം, പിന്നെ P ബ്ലോക്ക്, D ആൻഡ് F ബ്ലോക്ക് എലമെന്റ്സ്, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞല്ലോ അതിലത്തെ എല്ലാ ഭാഗങ്ങളും, അമൈൻസ്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. പിന്നെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് ലാസ്റ്റ് ചാപ്റ്റർ വരുന്നതാണ്. അപ്പൊ നമ്മൾ +2 +1 ബേസ്ഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും, മെയിൻലി +2 ബേസ്ഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമുക്ക് ഈ CUET UGയുടെ കെമിസ്ട്രി സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മുടെ UGയുടെ കെമിസ്ട്രിയിലെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ അല്ലെ? ദ സോളിഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? യെസ്, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, യെസ്. UG കെമിസ്ട്രിയുടെ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദ സോളിഡ് സ്റ്റേറ്റ്, നമുക്ക് പേരിൽ തന്നെ ഉണ്ട് അല്ലേ, സോളിഡ്. നമ്മുടെ സോളിഡ്സ് അറിയാം, ലിക്വിഡ്സ് അറിയാം, ഗ്യാസസ് അറിയാം അല്ലെ? ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് സോളിഡ്? ഖരം അല്ലെ, ദ്രാവകം, വാതകം, 3 അവസ്ഥകൾ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ആ സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് പോവാം. അതായത് എന്താണ് മാറ്റർ അല്ലെ? മാറ്റർ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ മാറ്ററിൽ നമുക്കറിയാം, മാറ്ററിനെ നമുക്ക് 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 3ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ ആണല്ലോ? മാറ്ററിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 സോളിഡ്സ്, 2 ലിക്വിഡ്സ്, 3 ഗ്യാസസ്. ഓക്കെ അല്ലെ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് 3ആയിട്ടാണ് നമുക്ക് മാറ്ററിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ അല്ലെ? ഓക്കെ ആണല്ലോ? ഇനി ഇതില് ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ 3 പോർഷൻസിൽ നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളതാണ് സോളിഡുകളെ പറ്റി. ഓക്കെ അല്ലെ? സോളിഡ്സ്, അതിന്റെ കുറെ പ്രോപ്പർട്ടീസ്, പല തരത്തിലുള്ള, നമുക്ക് സോളിഡ്സിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ കുറെ ഇംപെർഫെക്ഷൻസ് വരുന്നുണ്ട്, ആ കാര്യങ്ങള്, പിന്നെ അതിന്റെ കുറെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അങ്ങനെയുള്ള കുറെ, അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റി, അങ്ങനെ കുറെയുള്ള കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അങ്ങനെയുള്ള കുറെ പോയിന്റുകള്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിൽ പ്രോബ്ലംസ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ യൂണിറ്റ് സെല്ലിന്റെ കാൽക്കുലേഷൻസ് അല്ലെ, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് വരാനുള്ളൂ. ബാക്കി എല്ലാം തന്നെ തിയറി പാർട്ടായിട്ട് നമുക്ക് എഴുതി വെക്കാനുള്ള, അങ്ങനെ തിയറി പാർട്ടായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിൽ. ബാക്കിയൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ നോട്ട് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ എളുപ്പമായിട്ടുള്ള ഭാഗമാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സോളിഡ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഖരം അല്ലെ, സോളിഡുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോളിഡ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? യെസ്, സോളിഡുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മാസ് ഉണ്ടായിരിക്കും, ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ടായിരിക്കും, ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും അല്ലെ? അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ അവരുടെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസസ് എങ്ങനെയായിരിക്കും? മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? വെരി ഷോർട്ട് ആയിരിക്കും അല്ലെ?
ഷോർട്ട് ആയിട്ടുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അകലം എങ്ങനെയായിരിക്കും? വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും അല്ലെ? അപ്പൊ വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് മീൻസ് ഡിസ്റ്റൻസ് ആയിരിക്കും ആ മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാവുന്നത്. ഇനി ഇന്റർ മോളിക്കുലാർ ഫോഴ്സസ് ആർ സ്ട്രോങ് ആണല്ലോ. നമ്മൾ ഖരത്തിന് അല്ലെ ഖരാവസ്ഥയിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ ആ മോളിക്യൂൾസ് തമ്മിലുള്ള ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലെ? ഭയങ്കര പവർഫുൾ ആയിരിക്കും, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ദെയർ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, ഓർ മേ ബി അയോൺസ് ആവാം. അറിയാവുന്നതാണല്ലോ അല്ലെ? ദെയർ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സഡ് പൊസിഷൻ ആൻഡ് ക്യാൻ ഈസിലി ഓസിലേറ്റ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻസ്. അപ്പോ ഇവരുടെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് അത് ഞാൻ പറഞ്ഞു, ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ അയോണുകളും ആവാം. ഓക്കെ ആണല്ലോ. ഇവർക്കൊക്കെ ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടായിരിക്കും. ഇവരിങ്ങനെ ഓടിക്കളിക്കില്ല, അവർക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും. ആ ഫിക്സഡ് പൊസിഷൻ, ആ ഒരു മീൻ പൊസിഷനിൽ നിന്നുകൊണ്ടായിരിക്കും അവര് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. ഓസിലേറ്റ് ചെയ്യാ പറഞ്ഞാൽ അറിയാലോ, അവര് ഓസിലേറ്റ് ചെയ്യുന്നത് ആ ഒരു മീൻ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും. ഓക്കെ അല്ലെ? അല്ലാതെ ഇവിടെ പൊസിഷൻ എങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നില്ല. ഇവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ ഈ ഖരം അല്ലെ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കും. ഇനി ഈ സോളിഡുകൾ എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്. നമുക്ക് അടിച്ചമർത്താൻ, നമുക്ക് പ്രഷർ കൊടുത്തിട്ട് കംപ്രസ് ചെയ്യാം. നമ്മൾ ഗ്യാസിനെയൊക്കെ നമ്മൾ കംപ്രസ് ചെയ്യും അല്ലെ? അതുപോലെ നമുക്ക് സോളിഡുകളെ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. റിജിഡ് ആണ്. ഓക്കെ അല്ലെ? റിജിഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സോളിഡുകൾ എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ. അപ്പൊ സോളിഡ്സിന്റെ ഏകദേശം ഒരു ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ മനസ്സിലായില്ലേ? ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് മാസ്, അതുപോലെ ഡെഫിനിറ്റ് വോളിയം. ഓക്കെ അല്ലേ? അതുപോലെ ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലെ? മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ്, അതൊരു ഷോർട്ട് ആണ്. ഇനി ഇതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ്, അത് മേ ബി ആറ്റംസ് ആവാം, ഓർ മേ ബി മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ അയോണുകളാവാം. ഇവരെല്ലാവരും എങ്ങനെയായിരിക്കും? ഇതിനൊരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരവരുടെ മീൻ പൊസിഷനിൽ നിന്നുകൊണ്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഓസിലേഷൻ നടത്തുന്നുണ്ടാവുന്നത്. ഇനി ഇതൊക്കെ ഇൻകംപ്രസിബിൾ ആണ്, നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇവരെല്ലാവരും റിജിഡ് ആയിരിക്കും. പിടികിട്ടിയല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു ബേസിക് ആയിട്ടുള്ള നമുക്ക് മുന്നേ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കടക്കാനായിട്ട് പോകുന്നത്. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ സോളിഡുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് തരംതിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ അവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കിയിരിക്കണം. എക്സാമ്പിൾസ് അടക്കം പഠിച്ചിരിക്കണം. ക്രിസ്റ്റലൈൻ സോളിഡുകളും അമോർഫസ് സോളിഡുകളും. ഇനി എന്തിന്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ, അവരുടെ ക്രമീകരണത്തിന്റെ ബേസിസിലാണ് ഈ ഒരു ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും ഇതിനെ രണ്ടായിട്ട് നമ്മൾ താരതമ്യം ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലെ? അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സിൽ ആദ്യത്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡുകളാണ്. ഇനി എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്? ഞാൻ പറഞ്ഞു, ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ബേസിസിലാണ്. സോ അറേഞ്ച്മെന്റ് ഓർഡർലി അറേഞ്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ആറ്റത്തിനെയോ മോളിക്യൂൾസിനെയോ അല്ലെങ്കിൽ അയോൺസിനെയോ നമ്മൾ കറക്റ്റ് ഓർഡർ ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർ ഉൾപ്പെടുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി അത്തരത്തിലുള്ള ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്താ ഈ ലോങ് റേഞ്ച് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് പീരിയോഡിക്കലി ഓവർ എൻറ്റയർ ലാറ്റിസ്. അതായത് ഈ പാർട്ടിക്കിൾസിന്റെ ഈ ഒരു അറേഞ്ച്മെന്റ് എന്ത് ചെയ്യും? ഈ ഒരു എൻറ്റയർ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ആ എൻറ്റയർ സോളിഡിൽ മൊത്തമായിട്ട് ഒരു പീരിയോഡിക് ഇന്റർവെലിന് ശേഷം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾസിന്റെ ഈ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ നമ്മൾ പഠിക്കും. ഈ നമ്മള് കുറച്ച് ഇൻപെർഫെക്ഷൻസ് ഒക്കെ പഠിക്കാണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ പാർട്ടിക്കിൾസ് എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും, പറഞ്ഞുതരാം. അപ്പോ ഈ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ ഒരു ഓർഡർ ആയിട്ടല്ലേ അറേഞ്ച് ചെയ്യുന്നത്. ആ ഓർഡർ എന്ത് ചെയ്യും? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു ലാറ്റിസ്, ആ ഒരു ക്രിസ്റ്റൽ കഴിയുന്നത് വരെ ഈ ഒരു അറേഞ്ച്മെന്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതിനാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്.
പിടികിട്ടിയല്ലോ. അതുപോലെ NaCl, ക്വാർട്സ് ഇതൊക്കെ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ആൾക്കാരാണ്. പിടികിട്ടിയല്ലോ. NaCl, ക്വാർട്സ്, സോഡിയം ക്ലോറൈഡ് അല്ലെ, അതിന്റെ ക്രിസ്റ്റല് ഇതൊക്കെ നമുക്ക് എന്തായിട്ട് കേൾക്കാം, ഇവര് രണ്ടുപേരെയും നമുക്ക് ഈ ഒരു ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ എക്സാമ്പിളിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോങ് റേഞ്ച് ഓർഡർ ആണ്, അവരുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഓർഡർലി അറേഞ്ച്ഡ് ആയിരിക്കും. ഇനി എന്താണ് അമോർഫസ് സോളിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ ഇറഗുലർലി ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതാണ് അമോർഫസ് സോളിഡുകൾ. ഇറഗുലർലി പറയുമ്പോൾ ക്രമരഹിതമായിട്ട് അല്ലെ, ഒരു ക്രമമൊന്നും ഉണ്ടാവില്ല അല്ലെ, ചിന്നി ചിതറി കിടക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അവിടെ ഇവിടേക്ക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അമോർഫസ് സോളിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതിൽ തന്നെ ഇവരുടെ ആ ഒരു റേഞ്ച്, ആ ഒരു ഓർഡറിന്റെ റേഞ്ച് എന്താ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഷോർട്ട് റേഞ്ച് ഓർഡർ. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു, ലോങ് റേഞ്ച് ഓർഡർ ആണെന്ന് പറഞ്ഞു. എന്നാൽ അമോർഫസ് സോളിഡ്സിന്റെ കാര്യത്തിൽ അതിന് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. അതിന്റെ അർത്ഥം എന്താ, ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുമ്പോൾ യെസ് ഇവരുടെ ഈ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എന്ത് ചെയ്യുന്നില്ല, പീരിയോഡിക്കൽ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല എന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഇറഗുലർലി ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ആ ഇറഗുലർ അറേഞ്ച്മെന്റ് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല അല്ലെ. മറ്റേത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞത്. ഇതങ്ങനെ റിപ്പീറ്റേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണെന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ ആയിട്ടാണ് റബ്ബർ, ക്വാർട്സ്, ഗ്ലാസ്, പ്ലാസ്റ്റിക്. അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ നന്നായിട്ട് നോക്കി വെക്കണം. റബ്ബർ ഒക്കെ ആർക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അമോർഫസ് സോളിഡുകളുടെ എക്സാമ്പിൾ ആണ് നമ്മുടെ റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ക്വാർട്സ് ഒക്കെ പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി പ്രത്യേകം മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് ആണ് സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. എന്താണ് സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്ലാസ് ഒരു എക്സാമ്പിൾ ആണ് ഈ അമോർഫസ് സോളിഡ്, ഈ സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സിന്. എന്തുകൊണ്ടാണ് ഗ്ലാസിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ, പല രീതിക്ക് നമുക്ക് ചോദ്യങ്ങൾ അല്ലെ നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാം അല്ലെ. അപ്പൊ എന്താണ് സ്യൂഡോ സോളിഡുകൾ അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ അമോർഫസ് സോളിഡുകളെ നമുക്ക് സ്യൂഡോ സോളിഡുകൾ അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് നമുക്ക് പറയാം. അമോർഫസ് സോളിഡുകളെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സ്യൂഡോ സോളിഡുകൾ അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെന്തുകൊണ്ടാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അമോർഫസ് സോളിഡുകൾ എന്ത് കാണിക്കുന്നറിയോ, ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ സ്ലോലി. സോളിഡ് ആണ്, ശ്രദ്ധിക്കണം, അമോർഫസ് സോളിഡ് ആണ്. സോളിഡ് ഒഴുകാനുള്ള ടെൻഡൻസി കാണിക്കുമോ? നമ്മൾ കേട്ടിട്ടുണ്ടോ, സോളിഡ് ഒഴുകുന്നു, ലിക്വിഡ്സ് ഒഴുകുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സോളിഡ്സ് ഒഴുകുന്നു നമ്മൾ കേട്ടിട്ടുണ്ടോ, ഫ്ലോ ചെയ്യുന്നു കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. അതുകൊണ്ടാണ് ഇതിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം, സ്യൂഡോ സോളിഡ്. സ്യൂഡോ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ എന്താ പറയാ, കള്ളത്തരങ്ങളില്ലേ, അയാളെ പോലെ തന്നെ കാണിക്കില്ലേ, അതാണ് സ്യൂഡോ എന്നൊക്കെ നമ്മൾ പറയാ. അപ്പൊ സ്യൂഡോ സോളിഡ് എന്ന് പറയുന്നത് എന്താണ്, സ്യൂഡോ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് കാണിക്കും, ചെറുതായിട്ട് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്യൂഡോ സോളിഡുകൾ അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്ലാസ്. അതായത് ഈ ഗ്ലാസ് ഒക്കെ എന്ത് ചെയ്യുന്നറിയോ, ഗ്ലാസ് ഫ്ലോസ് ഡൗൺ വെരി സ്ലോലി. ഗ്ലാസ് ഒക്കെ എന്ത് ചെയ്യുന്നറിയോ, ഈ ഗ്ലാസിന്റെ ക്രിസ്റ്റൽസ്, ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒക്കെ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാനായിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് മേക്സ് ദ ബോട്ടം പോർഷൻ സ്ലൈറ്റ്ലി തിക്കർ. അതായത് ഇതിങ്ങനെ ഒഴുകിയിട്ട് ഈ ഗ്ലാസിന്റെ ഈ ഒരു ക്രിസ്റ്റലാറ്റിസ് ആണല്ലോ ഗ്ലാസ്, അതിന്റെ ഈ ബോട്ടം പോർഷൻ ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് തിക്കറായിട്ട്, ഇത്തിരി തിക്കർ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി വരുന്ന രീതിയിൽ അല്ലെ, തിക്കറായിട്ട് വരാനൊക്കെ ചാൻസ് അങ്ങനെ കൂടും. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സ്യൂഡോ സോളിഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഗ്ലാസിനെ സ്യൂഡോ സോളിഡിൽ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചതിന്റെ കാരണമാണ് ഇപ്പൊ പറയുന്നത്. ഈ ഗ്ലാസ് ഒക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പതിയെ മെല്ലെ സ്ലോലി ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഗ്ലാസ് ഒഴുകുക പറഞ്ഞാൽ ഗ്ലാസിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകാൻ തുടങ്ങുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ ബോട്ടം ലെയർ എന്തായിട്ട് മാറും, കുറച്ച് തിക്കറായിട്ട് മാറാനൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലെ. അതിനെ നമ്മൾ സ്യൂഡോ സോളിഡുകൾ അഥവാ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഉണ്ട്, അമോർഫസ് ഉണ്ട്. ക്രിസ്റ്റലൈനിൽ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു, ഓർഡർലി അറേഞ്ച്മെന്റ് ആയിരിക്കും.
ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡുകളിൽ ഓർഡർ ഒന്നും ഉണ്ടായിരിക്കില്ല, ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും. ഇനി അമോർഫസ് സോളിഡുകളെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. എക്സാമ്പിൾ ഗ്ലാസ്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? യെസ്, അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ അമോർഫസ് അതുപോലെ ക്രിസ്റ്റലൈൻ ആൾക്കാരെ നമുക്കൊരു ടേബിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എളുപ്പത്തിൽ പഠിക്കാനുള്ള രീതിയിൽ സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൽ പോയിന്റ്സ് ഇങ്ങനെ നോക്കിയല്ലേ, ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ്, അതുപോലെ പ്രോപ്പർട്ടി പെട്ട് നമുക്കൊരു 3 ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് അതിന്റെ ഷേപ്പിലേക്ക് ഒന്ന് പോവാം. ഒന്നാമത്തെ ടേബിള് ക്രിസ്റ്റലൈൻ സോളിഡ്സും, രണ്ടാമത്തെ ടേബിള് അമോർഫസ് സോളിഡ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ അല്ലേ? ഷേപ്പിന്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്രിസ്റ്റലൈൻ സോളിഡുകള് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഓർഡർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ഓർഡർ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? യെസ്, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് അവർക്ക് ഉണ്ടാകും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആർക്കുണ്ടായിരിക്കും? ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ അമോർഫസ് സോളിഡുകൾ എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഇറഗുലർലി ആയിട്ട് ഇല്ലേ, ക്രമരഹിതമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇറഗുലർ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിടികിട്ടിയല്ലോ. ഇനി അടുത്ത പോയിന്റ് ആണ് മെൽറ്റിംഗ് പോയിന്റ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അല്ലേ? എന്നാൽ നമ്മുടെ അമോർഫസ് സോളിഡുകളുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാജുവലി സോഫൺ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചറിനെ അനുസരിച്ചിട്ട് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഒക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് എന്താവും? ഷാർപ്പ് അല്ല, സോഫ്റ്റ് അല്ലേ, പതിയെ പതിയെ കുറഞ്ഞ് സോഫ്റ്റൻ ആയിട്ട് വരും അല്ലെ. ഗ്രാജുവലി പതിയെ എന്ത് ചെയ്യുന്നു? സോഫ്റ്റൻ ആയിട്ട്, ഷാർപ്പിൽ നിന്നും സോഫ്റ്റൻ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ആരുടെ? അമോർഫസ് സോളിഡുകളുടെ മെൽറ്റിംഗ് പോയിന്റ്. ഇനി ക്ലീവേജ് പ്രോപ്പർട്ടി. ക്ലീവേജ് ചെയ്യാ പറയാ നമ്മൾ മുറിക്കില്ലേ, കട്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാം, ക്ലീവേജ് എന്ന് പറയാ. ക്ലീവേജ് പറയാ കട്ട് ചെയ്യുക, രണ്ടായിട്ട് കട്ട് ചെയ്യില്ലേ, അതിനാണ് നമ്മൾ ക്ലീവേജ് ചെയ്യാൻ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ അമോർഫസ് സോളിഡുകളെ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡുകളെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമ്മൾ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വെൻ ദേ കട്ട് സ്പ്ലിറ്റ് ഇൻ 2 പീസസ് വിത്ത് പ്ലെയിൻ ആൻഡ് സ്മൂത്ത് സർഫസസ്. നമ്മൾ എന്ത് ചെയ്തു? അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? പീസസ് ആയിട്ട് മാറും അല്ലെ. 2 കഷ്ണങ്ങൾ അല്ലെങ്കിൽ 3-4 കഷ്ണങ്ങളൊക്കെ ആയിട്ട് മാറും അല്ലെ. ആ കഷ്ണങ്ങൾ, ആ പീസസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പീസുകള് ഭയങ്കര പ്ലെയിൻ ആയിരിക്കും. അതുപോലെ ആ കട്ട് ചെയ്തെടുത്ത അതിന്റെ സർഫസുകൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ ഇതൊക്കെ. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡുകൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസും അതുപോലെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള സർഫസും ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുന്നത്. എന്നാൽ അമോർഫസ് ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന് ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ള അമോർഫസ് സോളിഡുകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സർഫസുകൾ കിട്ടുന്നത് ഇറഗുലർ ഷേപ്പ് ആയിരിക്കും അല്ലെ. ചില ഭാഗത്ത് ഉന്തിയിട്ടും മുളച്ചിട്ടും അല്ലെ, അങ്ങനെ ഒരു കേറിയിട്ടും ഇറങ്ങിയിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു വികൃതമായ രൂപം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു വികൃതമായിട്ടുള്ള അല്ലെ, ഒരു എന്താ പറയാ, നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉള്ള അല്ലെ ഒക്കെ പീസസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സ്മൂത്ത് സർഫസ് ആണ് അല്ലെങ്കിൽ പ്ലെയിൻ സർഫസ് ആണ് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇറഗുലർ സർഫസ് നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ക്ലീവേജ് പ്രോപ്പർട്ടി മനസ്സിലായില്ലേ? ഇനി ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. They have a definite and characteristic heat of fusion. ആർക്ക്? യെസ്, ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള, അപ്പൊ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് കാര്യം പറഞ്ഞില്ലേ, ഒരു ഷാർപ്പ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന്. അതേപോലെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആയിരിക്കും ആർക്കുണ്ടായിരിക്കുന്നത്? നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അമോർഫസ് സോളിഡിൽ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് അല്ലെ, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി. എന്താണ് ഐസോട്രോപ്പി, എന്താണ് അനൈസോട്രോപ്പി എന്നൊക്കെ തൊട്ടടുത്ത പേജിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അനൈസോട്രോപ്പി, നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡുകൾ അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ ആയിരിക്കും. അതുപോലെ അമോർഫസ് സോളിഡുകൾ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡുകൾ അനൈസോട്രോപ്പിക് ആയിരിക്കും,
അമോർഫസ് സോൾഡുകൾ ഐസോട്രോപിക് ആയിരിക്കും. ഇത് എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പേജിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ അപ്പൊ പറഞ്ഞുതരാം. നേച്ചർ, നമ്മുടെ ക്രിസ്റ്റലൈൻ സോൾഡുകളൊക്കെ ട്രൂ സോൾഡുകളാണ് അല്ലെ, ട്രൂ സോളിഡ്സ് ആണ് അല്ലെ, പ്യൂർലി സോളിഡുകളായിരിക്കും ക്രിസ്റ്റലൈനിൽ വരുന്നുണ്ടാവുന്നത്. എന്നാൽ അമോർഫസ് പറഞ്ഞപ്പോ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, അവർക്ക് ചെറുതായിട്ട് ലിക്വിഡ്സിന്റെ ആ ഒരു ഒഴുക്ക് അല്ലെ, ഫ്ലോ ചെയ്യാനുള്ള പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് പറഞ്ഞു. സോ നമുക്ക് അമോർഫസ് സോൾഡുകളെ സ്യൂഡോ സോൾഡുകൾ അല്ലെങ്കിൽ സൂപ്പർ കൂൾ ലിക്വിഡ്സ് എന്നും പറയാം. പിടികിട്ടിയല്ലേ? ഇനി ഓർഡർ അല്ലെ, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ നോക്കിക്കഴിഞ്ഞാൽ ലോങ് റേഞ്ച് ഓർഡർ നമ്മുടെ ക്രിസ്റ്റലൈനും ഷോർട്ട് റേഞ്ച് ഓർഡർ നമ്മുടെ അമോർഫസിനായിരിക്കും. പിടികിട്ടിയല്ലേ? ഇപ്പൊ നമ്മള് വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെറിയൊരു ടേബിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? അപ്പൊ ഒന്നും കൂടി ജസ്റ്റ് പോയി കഴിഞ്ഞാൽ ഷേപ്പ് പറഞ്ഞു, ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും പറഞ്ഞു. മെൽറ്റിംഗ് പോയിന്റ് പറഞ്ഞു, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് അല്ല, സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. ക്ലീവേജ് പ്രോപ്പർട്ടി, ഒരാൾക്ക് പ്ലെയിനും സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ അമോർഫസിന് എങ്ങനെയായിരിക്കും, ഇറഗുലർ ആയിട്ടുള്ള സർഫസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആർക്ക് ഡെഫിനിറ്റ് ആയിരിക്കും, ക്രിസ്റ്റലൈൻ സോൾഡുകൾക്ക് ഡെഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമോർഫസ് സോൾഡുകൾക്ക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എങ്ങനെയായിരിക്കും, ഇൻഡെഫിനിറ്റ് ആയിരിക്കും. ഐസോട്രോപ്പിയും അനൈസോട്രോപ്പിക് പറഞ്ഞു. അനൈസോട്രോപ്പിക് ആണ് ആര്, നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണെങ്കിൽ ഐസോട്രോപ്പിക് ആണ് നമ്മുടെ അമോർഫസ് സോൾഡുകൾ. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഒക്കെ ട്രൂ സോളിഡ്സ് ആണ്, സോളിഡുകൾ തന്നെ അല്ലെ, പ്യോർലി സോളിഡ്സ് ആയിരിക്കും ക്രിസ്റ്റലൈൻ സോൾഡുകൾ ഉണ്ടാവുന്നത്. എന്നാൽ അമോർഫസ് സോൾഡുകളിൽ അങ്ങനെയല്ല, ഈ ഫ്ലോ ചെയ്യാൻ കപ്പാസിറ്റി കാണിക്കുന്ന ആൾക്കാർക്ക് ഈ അമോർഫസ് സോൾഡുകളാണ് നമ്മൾ പറയുന്നത്. ഇനി ലോങ് റേഞ്ച് ഓർഡറും ഷോർട്ട് റേഞ്ച് ഓർഡറും ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഇത് ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ടേബിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഐസോട്രോപ്പിയും അനൈസോട്രോപ്പിയും ഒന്ന് നോക്കിയാലോ. യെസ്, എന്താണ് ഐസോട്രോപ്പി അല്ലെങ്കിൽ എന്താണ് അനൈസോട്രോപ്പി? അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉൾപ്പെടുത്താൻ പറ്റും അല്ലെ. ഈ ഫിസിക്കൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പിടികിട്ടിയല്ലോ. അനൈസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഏതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതുപോലെ അങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇത് ഡിഫറെന്റ് ഡയറക്ഷൻസില് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുന്നത്. ഓക്കെ അല്ലെ? പല ഡയറക്ഷനിലും പല വാല്യൂസ് ആയിരിക്കും. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു ഡയറക്ഷനിൽ ഒരു വാല്യൂ ആണെങ്കിൽ അതേ ക്രിസ്റ്റൽ ലാറ്റിസിൽ തന്നെ മറ്റൊരു ഡയറക്ഷനിൽ വേറൊരു ദിശയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു വാല്യൂ ആയിരിക്കും നമുക്ക് തരിക. അപ്പോൾ ഡയറക്ഷൻ മാറുന്തോറും അതിന്റെ വാല്യൂസ് മാറ്റം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അനൈസോട്രോപ്പിക് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഐസോട്രോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്? നേരെ ഓപ്പോസിറ്റ്. അതായത് ഏത് ഡയറക്ഷൻ നിങ്ങൾ എടുത്താലും ഏത് ഡയറക്ഷൻ എടുത്താലും അവിടെയൊക്കെ എങ്ങനെയായിരിക്കും? ഒരേ സെയിം വാല്യൂ അല്ലെ, അതായത് പ്രോപ്പർട്ടീസ് വുഡ് ബി സെയിം എലോങ് എനി ഡയറക്ഷൻ. ഏത് ഡയറക്ഷൻ നമ്മൾ എടുത്താലും അവിടെയൊക്കെ അതിന്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും എന്നുണ്ടെങ്കിൽ അതാണ് ഐസോട്രോപ്പിക് ഇൻ നേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ അനൈസോട്രോപ്പി ഐസോട്രോപ്പി എന്ന് കൊടുക്കാനുള്ള കാരണം ഇപ്പൊ മനസ്സിലായല്ലോ. അനൈസോട്രോപ്പിക് ആരാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഐസോട്രോപ്പിക് ആരാണ്? നമ്മുടെ അമോർഫസ് സോളിഡുകൾ. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസിഫിക്കേഷനില് ക്രിസ്റ്റലൈൻ സോളിഡുകൾ, അമോർഫസ് സോളിഡുകൾ എന്ന് പറഞ്ഞു. ഇനി ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമ്മൾ എഗെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ സോളിഡ്സിനെ നമ്മൾ ആദ്യം ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ ക്രിസ്റ്റലൈൻ സോളിഡുകളെ എഗെയിൻ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തത് മോളിക്കുലാർ സോളിഡ്, രണ്ടാമത്തത് അയോണിക് സോളിഡ്, മൂന്നാമത്തത് മെറ്റാലിക് സോളിഡ്സ്, നാലാമത്തത് കോവാലന്റ് സോളിഡ്സ്. ഓക്കെ അല്ലേ? മോളിക്കുലാർ, അയോണിക്, മെറ്റാലിക്, കോവാലന്റ്. ഓക്കെ അല്ലേ? ഇനി ഇതിലെ മോളിക്കുലാർ സോളിഡ്സിനെ എഗെയിൻ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. ഓക്കെ അല്ലേ? ഇത് 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ മോളിക്കുലാർ, അയോണിക്, മെറ്റാലിക്, കോവാലന്റ് അല്ലെ, ഈ 4 പേരെയും നമുക്ക് ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോഴേ ഈ ക്ലാസിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ?
അപ്പോ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിലേക്ക് നമുക്ക് പോകാം. നോൺ പോളാർ, ഓക്കെ അല്ലോ? ഇതിൽ ഓരോ പോയിന്റ് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യണേ. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, they are formed by the regular arrangement of either atoms or non-polar molecules held by weak dispersion forces or London forces. എന്താ പറഞ്ഞിട്ടുള്ളത്? they are formed by ആര്? നോൺ പോളാർ മോളിക്യൂൾസിനെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? റെഗുലർ അറേഞ്ച്മെന്റ് ആണ് അല്ലെ? ക്രമമായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള പീരിയോഡിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണുള്ളത്. ആരുടെ അറേഞ്ച്മെന്റ് ആണ്? ഒന്നില്ലെങ്കിൽ ആറ്റത്തിന്റെയോ അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസിന്റെയോ, കാരണം നോൺ പോളാർ മോളിക്കുലർ കോമ്പൗണ്ടുകളാണല്ലേ ഫോം ചെയ്യുന്നത്. അപ്പൊ ഒന്നില്ലെങ്കിൽ ആറ്റംസിന്റെയോ അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസിന്റെയോ ഒരു റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് വഴിയാണ് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ് ഫോം ചെയ്യുന്നത്. ഇനി ഈ ആറ്റത്തിനെയോ അല്ലെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള ഈ മോളിക്യൂൾസിനെയോ നമ്മൾ ചേർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ അതിനെ ബൈൻഡ് ചെയ്യുന്നത് ഏത് ഫോഴ്സ് വഴിയായിരിക്കും? വീക്ക് ആയിട്ടുള്ള സ്ട്രോങ് അല്ല, വീക്ക് ആണ്, വീക്ക് ആയിട്ടുള്ള ഡിസ്പേർഷൻ ഫോഴ്സസോ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സസോ വഴിയായിരിക്കും ഈ നോൺ പോളാർ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ആറ്റത്തിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെൽഡ് ടുഗദർ അല്ലെ? ചേർത്ത് പിടിക്കുന്നത് അല്ലെ? ഹെൽഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോ അതാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ വരുന്നത്. ഇനി ഇതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? വളരെ കുറവാണ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇനി യെസ്, അടുത്ത പോയിന്റ് ആണ്. ഒരു മിനിറ്റ്. യെസ്, they are liquids or gases at room temperature and pressure. അപ്പൊ നമ്മൾ റൂം ടെമ്പറേച്ചറിലും പ്രഷറിലും ഇവര് എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഇവര് ലിക്വിഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാസസ് ആയിട്ടോ ഒക്കെ ബിഹേവ് ചെയ്യാം. ആര്? നമ്മുടെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ എന്തായിട്ട് ബിഹേവ് ചെയ്യും? യെസ്, ലിക്വിഡ്സോ ഗ്യാസസോ ഒക്കെ ആയിട്ട് ബിഹേവ് ചെയ്യാം. അതുപോലെ ഇവർക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ? കാണുമ്പോഴും അല്ലെങ്കിൽ ഏറ്റവും മൃദുവായിട്ടുള്ള അല്ലെ? സോഫ്റ്റ് എന്ന് പറയുമ്പോൾ മൃദുവായിട്ടുള്ള ഇനത്തിൽ വരുന്ന ആൾക്കാരായിരിക്കും ഈ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അവരെന്ത് ചെയ്യില്ല? യെസ്, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ നോൺ കണ്ടക്ടേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ ആണല്ലോ? അപ്പൊ നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അവരെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് അഥവാ ആറ്റംസ് അല്ലെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്, ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ഒരു ക്രമമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ലെ? ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നു. അതുപോലെ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് അല്ലെ? വീക്ക് ആയിട്ടുള്ള ലണ്ടൻ ഫോഴ്സ് ആണ് ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നത്? ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇത് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷറിൽ ലിക്വിഡ്സ് ആയിട്ടും അല്ലെങ്കിൽ ഗ്യാസസ് ആയിട്ടും ഒക്കെ ബിഹേവ് ചെയ്യാം. സോഫ്റ്റ് കൺസിസ്റ്റൻസി ആണ്. അതുപോലെ അവർ എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി ഒന്നും അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരല്ല. സോ നമുക്കതിന് വേണമെങ്കിൽ നോൺ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ, അതുപോലെ അയോഡിൻ, ക്ലോറിൻ, പിന്നെ സോളിഡ് ഫോം ഓഫ് ആർഗൺ. ഇതെല്ലാം തന്നെ ഈ ഒരു ഭാഗത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ അല്ലേ? I2H2Cl2, പിന്നെ ആർഗണിന്റെ സോളിഡ് ഫോം, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? നോൺ പോളാർ മോളിക്കുലർ സോളിഡുകളുടെ എക്സാമ്പിൾ നമുക്ക് പെടുത്താം. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് പോളാർ മോളിക്കുലർ സോളിഡ്സ്. അടുത്തത് പോളാർ molecular solids. Polar molecular solids are solid substances in which molecules are bound together by strong dipole forces. ഓക്കെ അല്ലെ? മറ്റോടത്ത് നമ്മൾ എന്ത് ഫോഴ്സാ പറഞ്ഞത്? ലണ്ടൻ ഫോഴ്സസ് ആ പറഞ്ഞത്. അതെങ്ങനെയാണ്? വീക്ക് ആയിട്ടുള്ള ലണ്ടൻ ഫോഴ്സ് വഴിയാണ് ആര്? യെസ്, മോളിക്കുലാർ സോളിഡ്സിന്റെ ഫോർമേഷൻ നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞത്.
അല്ലെ? അതില് നോൺ പോളാറിന്റെ കാര്യം. ഇനി പോളാറിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? മോളിക്യൂൾസ് ഒക്കെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ ഡൈപോൾ ഫോഴ്സസ് വഴിയായിരിക്കും നമ്മൾ ബൗണ്ട്സ് ടുഗദർ, അല്ലെ? ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇവരും സോഫ്റ്റ് ആണ്, ഫ്ലെക്സിബിൾ ഇൻ ദെയർ നാച്ചുറൽ സ്റ്റേറ്റ്. അവരുടെ നാച്ചുറൽ സ്റ്റേറ്റിൽ അത് സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. സോഫ്റ്റും ഫ്ലെക്സിബിളും ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെന്താണ്, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നില്ല, സോ ഇൻസുലേറ്റേഴ്സ് ആണ്. പിന്നെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ അല്ലെ? നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിരിക്കും ആരുടെ മെൽറ്റിംഗ് പോയിന്റ്? പോളാർ മോളിക്കുലാർ സോളിഡുകളുടെ മെൽറ്റിംഗ് പോയിന്റ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സോളിഡ് ഫോം, അതുപോലെ SO2 അല്ലെ, സൾഫർ ഡൈ ഓക്സൈഡിന്റെ ഫോം, അതുപോലെ അമോണിയ NH3, ഇതൊക്കെ എന്താണ്, ഈ ഒരു പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ അല്ലെ? അപ്പൊ പോളാർ മോളിക്കുലാർ സോളിഡ്സിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് HClന്റെ സോളിഡ് ഫോം, SO2, NH3. അപ്പൊ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, അവർക്ക് അവരുടെ ഇടയിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഉണ്ടാവുന്നത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡൈപോൾ ഫോഴ്സസ് ആയിരിക്കും. അവര് സോഫ്റ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ ഇൻസുലേറ്റേഴ്സ് ആണ്, അല്ലെ? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ ആണല്ലോ? അതുപോലെ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആരെ അപേക്ഷിച്ച് കൂടുതലാണ്? നമ്മളെ തൊട്ട് മുന്നേ പഠിച്ച നോൺ പോളാറിനെ അപേക്ഷിച്ചിട്ട് പോളാറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി അതിന്റെ എക്സാമ്പിൾസ് ആണ് HClന്റെ സോളിഡ് ഫോം, SO2, NH3. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്കുലർ സോളിഡ്സ്. ഹൈഡ്രജൻ ബോണ്ടഡ് നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഒരു മിനിറ്റ്. യെസ്, നമ്മൾ ഹൈഡ്രജൻ ബോണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെ? ഓക്കെ അല്ലെ? അതില് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെ? ഇതൊക്കെ നമ്മൾ +2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് അല്ലെ? ഹൈഡ്രജൻ എന്നുള്ള ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് അല്ലെ? ഓക്കെ അല്ലെ? യെസ്, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിൽ നമ്മൾ പറയുന്ന കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും ഈ ഒരു മോളിക്കുലർ സോളിഡുകളിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ ബൈൻഡ് ചെയ്യുന്നത്. പിടികിട്ടിയോ? ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ആര് ബൈൻഡ് ചെയ്ത് വെക്കുന്നത്? യെസ്, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം, അല്ലെ? എന്ത് വേണമെങ്കിലും ആയിക്കൂടെ. അങ്ങനെയുള്ള ആൾക്കാരെ ഈ ആറ്റംസ്, ഇവരുള്ള അല്ലെ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ്, ഇവരെല്ലാവരും തന്നെ ഈ ഒരു ബൈൻഡ് ചെയ്ത് വെക്കുന്നത് ഈ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇനി ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അവരെന്തല്ല? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരല്ല. സോ നമുക്ക് ഇൻസുലേറ്റേഴ്സ് എന്നുള്ളൊരു പദവിയിലെ ഒരു ഇത് കൊടുക്കാല്ലേ അവർക്ക്. അപ്പൊ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. പിന്നെ വൊളറ്റൈൽ ആണ്. ദേ ആർ വൊളറ്റൈൽ ലിക്വിഡ്സ് ആണ്, ഓർ സോഫ്റ്റ് ലിക്വിഡ്സ് ആണ് അല്ലെ? വൊളറ്റൈൽ ലിക്വിഡ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ലിക്വിഡ്സ് എന്നൊക്കെ നമുക്ക് എന്തിനു വിളിക്കാം? ഈ ഒരു മോളിക്കുലാർ സോളിഡുകളെ നമുക്ക് വിളിക്കാം. ഓക്കെ അല്ലെ? ദേ ആർ വൊളറ്റൈൽ ലിക്വിഡ്സ് അഥവാ സോഫ്റ്റ് ലിക്വിഡ്സ്. അവര് വൊളറ്റൈൽ ലിക്വിഡ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ലിക്വിഡ്സ് എന്നൊക്കെ നമുക്ക് ആരെ പറയാം? ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്കുലാർ സോളിഡുകളെ നമുക്ക് പറയാം. എക്സാമ്പിൾ ആണ് ഐസ്. അതായത് നമ്മുടെ വാട്ടറിന്റെ സോളിഡ് ഫോം അല്ലെ? വാട്ടറിന്റെ സോളിഡ് ഫോമിൽ ഐസ് എന്ന് പറയുന്നത് ഐസ് എന്താണ്? ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്കുലാർ സോളിഡുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? അപ്പൊ നമ്മുടെ സോളിഡുകളിൽ നമ്മൾ ക്രിസ്റ്റലൈൻ എന്നും പറഞ്ഞു, അമോർഫസ് എന്ന് പറഞ്ഞു. അതിൽ ക്രിസ്റ്റലൈനെ നമ്മൾ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ക്രിസ്റ്റലൈനെ നമ്മൾ എഗെയിൻ ക്ലാസിഫൈ ചെയ്തതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു ക്രിസ്റ്റലൈനെ എഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, മോളിക്കുലാർ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ അയോണിക് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കോവാലന്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അതേപോലെ തന്നെ മെറ്റാലിക് വന്നു, പിന്നെ മെറ്റാലിക് വന്നു അല്ലെ? അയോണിക് വന്നു. യെസ്, 4 ഓക്കെ ആണല്ലോ? ഇതില് നമ്മൾ മോളിക്യുലാറിനെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് അല്ലെ? മോളിക്യുലാറില് നമ്മൾ നോൺ പോളാർ പഠിച്ചു, പോളാർ പറഞ്ഞു,
അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ട് പറഞ്ഞു. ഓക്കെ അല്ലേ? നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ട് ഒക്കെ ഓക്കെ അല്ലേ? എക്സാമ്പിൾസ് അടക്കം നമ്മൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നു അല്ലെ? എക്സ്പ്ലെയിൻ ചെയ്ത് വന്നു എക്സാമ്പിൾസ് അടക്കം. ഓക്കെ ആണല്ലോ? നോൺ പോളാറിൽ ആരായിരിക്കും? നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുന്നത്? ഈ ഒരു ബൈൻഡിങ് ഫോഴ്സിൽ വരുന്നുണ്ടാവുന്നത്. അവിടെ ഏത് ഫോഴ്സ് ആണ് ഉണ്ടാവുന്നത്? ലണ്ടൻ ഫോഴ്സ് ആണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ലണ്ടൻ ഫോഴ്സ് ആണ് അവിടെ വരുന്നത്. അതുപോലെ പോളാർ ആയിട്ടുള്ള മോളിക്കുലർ സോളിഡ്സുകൾ ആണെങ്കിൽ പോളാർ മോളിക്യൂൾസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പോളാർ മോളിക്യൂൾസ് ആയിരിക്കും ഈ ഒരു ബോണ്ടിങ്ങിൽ വരുന്നുണ്ടാവുന്നത്. അവിടെ ഉണ്ടാവുന്നത് ഡൈപോൾ ഡൈപോൾ ഫോഴ്സ്, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡൈപോൾ ഡൈപോൾ ഫോഴ്സ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. എഗെയിൻ ഹൈഡ്രജൻ ബോണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും ഇവിടെ ബൈൻഡ് ചെയ്യുന്നുണ്ടാവുന്നത്. ഹൈഡ്രജൻ ബോണ്ട് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ആണ് നമുക്കറിയാം അല്ലെ? സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുന്നത്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോയാലോ? എക്സാമ്പിൾസ് അടക്കം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണേ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ബോണ്ടിങ് അല്ലെ? നമ്മുടെ ഈ ഒരു സിലബസില് നമ്മൾക്ക് വന്നിട്ടുള്ള, അതായത് സിലബസിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെ, ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടോപ്പിക് തന്നെ എങ്ങനെയായിരുന്നു? ഈ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ് എന്നതായിരുന്നു ആദ്യത്തെ സിലബസിന്റെ ഫസ്റ്റ് ടോപ്പിക് തന്നെ ഇരിക്കുന്നത്. അപ്പോ അതിൽ വരുന്നതാണ് ഈ അമോർഫസും ക്രിസ്റ്റലിനും ഒക്കെ അത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെയാണ് നമുക്ക് ഈ ഇപ്പൊ പഠിക്കാൻ പോകുന്ന മോളിക്കുലാർ, അയോണിക്, കോവാലന്റ്, മെറ്റാലിക്, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. കേട്ടല്ലോ? അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 മാത്രമേ അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അതിലെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ക്രിസ്റ്റലൈനും അമോർഫസും നോൺ പോളാർ, പോളാർ ഒക്കെ അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി അതിന്റെ ബാക്കി ഭാഗം, ലാസ്റ്റ് ഭാഗമാണ്, ക്ലാസിഫിക്കേഷന്റെ ലാസ്റ്റ് ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലെ? മോളിക്കുലാർ സോളിഡുകൾ. ഇനി നോക്കിക്കോളൂ, എന്താണ് മോളിക്കുലാർ? നമ്മൾ മോളിക്കുലാർ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി മോളിക്കുലാർ സോളിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ അല്ലെ? അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എ മോളിക്കുലാർ സോളിഡ് ഈസ് എ സോളിഡ് made up of discrete molecules that has the properties of a liquid. എന്താണ് മോളിക്കുലാർ സോളിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ്? സോളിഡ് തന്നെയാണ്. പക്ഷെ നമ്മള് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് മേഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിക്വിഡ്സിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന വ്യത്യസ്ത തരം മോളിക്യൂൾസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മോളിക്കുലാർ സോളിഡിനെ മേഡ് ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയോ? അപ്പൊ മോളിക്കുലാർ സോളിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് സോളിഡ് തന്നെയാണ്. പക്ഷേ ലിക്വിഡ്സിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ്, വ്യത്യസ്ത തരം മോളിക്യൂൾസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സോളിഡിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ അല്ലെ? അതേപോലെ ഇവിടെ ഈ മോളിക്കുലർ സോളിഡുകളില് മോളിക്യൂൾസിനെ പരസ്പരം ബൈൻഡ് ചെയ്ത് വെക്കുന്നത് ഇത്തരം ഇവിടെ കുറച്ച് ഫോഴ്സസ് പറയുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഫോഴ്സസ് ആണ്. ഏതൊക്കെയാണ്? വാൻഡർ വാൾസ് ഫോഴ്സ്, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ടിങ്, ഹാലജൻ ബോണ്ടിങ്, ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സസ്, ആൻഡ് ഇൻ സം മോളിക്കുലാർ സോളിഡ്സ് കൂളോംബിക് ഇന്ററാക്ഷൻസ് ആർ ദ കൊഹസീവ് ഫോഴ്സസ് ദാറ്റ് ഹോൾഡ് ദ മോളിക്യൂൾസ് ടുഗദർ. അതായത് മോളിക്കുലാർ സോളിഡുകളിലുള്ള മോളിക്യൂൾസിന് നമുക്കറിയാലോ, മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ടാവണം? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് കാരണം ആരൊക്കെയായിരിക്കാം? കുറെ ഫോഴ്സസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ആര് വേണമെങ്കിലും ആവാട്ടോ. വാൻഡർ വാൾസ് ഫോഴ്സ് ആവാം, ഇതൊക്കെ നിങ്ങൾ +2ലും +1ലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആവാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആവാം, ഹാലജൻ ബോണ്ടിങ് ആവാം, ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സസ് ആവാം, അല്ലെങ്കിൽ ചില കേസുകളില് കൂളോംബിക് ഇന്ററാക്ഷൻസും എന്തിനു ഉപയോഗപ്രദമായിട്ട് വരാറുണ്ട്? യെസ്, ഈ മോളിക്യൂൾസിനെ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആയിട്ട് വരാറുണ്ട്. ഇനി വാൻഡർ വാൾസ് ഫോഴ്സസ് ആർ ദ കൊഹസീവ് ഫോഴ്സസ് ദാറ്റ് ഹോൾഡ് ദ മോളിക്യൂൾസ് ടുഗദർ. അപ്പൊ വാൻഡർ വാൾസ് ഫോഴ്സ് ആണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മോളിക്യൂൾസിനെ മോളിക്യൂൾസിനെ പരസ്പരം ഒത്തുചേർക്കുന്ന കൊഹസീവ് ഫോഴ്സ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് ആരാണ്? വാൻഡർ വാൾസ് ഫോഴ്സ് ആണ്. ഓക്കെ അല്ലെ? ഇനി ഈ മോളിക്കുലാർ സോളിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്.
ഓക്കെ അല്ലെ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ എങ്ങനെയായിരിക്കും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? യെസ്, വീക്ക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ. ഇനി അവരുടെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? വളരെ കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വളരെ കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഒന്നുകൂടി മോളിക്കുലാർ സോളിഡ്സ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മോളിക്കുലാർ സോളിഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്? യെസ്, മോളിക്കുലാർ സോളിഡ്സ് ഈസ് എ സോളിഡ് മേഡ് അപ്പ് ഓഫ് എങ്ങനെയായിരിക്കും? ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ്. എന്തിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്? യെസ്, ലിക്വിഡ്സിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന വ്യത്യസ്ത തരം മോളിക്യൂൾസ് കൊണ്ടാണ് മോളിക്കുലാർ സോളിഡ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന എല്ലാം ഞാൻ ഇതൊന്നും മാർക്ക് ചെയ്ത് പോകുന്നില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഫോഴ്സസും ഇവിടെ എന്തിന് കാരണക്കാരാണ്? യെസ്, മോളിക്യൂൾസിനെ തമ്മിൽ ബൈൻഡ് ചെയ്യാനുള്ള ഫോഴ്സിന് കാരണക്കാരാണ്. മെയിൻലി ഈ ഒരു വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ് ഇവിടെ കൊഹസീവ് ഫോഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്? വീക്ക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും. അതുപോലെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? വളരെ ലോ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിടികിട്ടിയില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയാലോ? യെസ്, അപ്പൊ മോളിക്കുലാർ സോളിഡ്സ് ക്ലിയർ ആയി. അടുത്ത ഭാഗമാണ് കോവാലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സ്. കോവാലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സ്. എന്താണ് കോവാലന്റ് അഥവാ നെറ്റ്വർക്ക്? രണ്ട് പേരുകളുണ്ട്. നെറ്റ്വർക്ക് സോളിഡ്സ്. ദേ ഹാവ് കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് പഠിച്ചിട്ടുള്ളതാണല്ലോ. യെസ്, അറിയാം അല്ലെ? കോവാലന്റ് ബോണ്ട് ആണ് adjacent non-metal atoms which are held strongly in their position. അപ്പോ ഈ ഒരു പൊസിഷനിൽ ഇപ്പൊ നമുക്ക് പറഞ്ഞു സോളിഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതില് ഈ മോളിക്യൂൾസിനൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ഫോഴ്സ് അല്ലെ, ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കണം അല്ലെ ഉണ്ടാവുന്നത്. അതുപോലെ ഇത് രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള നോൺ മെറ്റൽ ആറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ബോണ്ട് എങ്ങനെയായിരിക്കും? ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് എന്ത് ബോണ്ട് ആയിരിക്കും? യെസ്, കോവാലന്റ് ബോണ്ട് അല്ലെ? കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഇവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെ? അപ്പൊ അഡ്ജസന്റ് ആയിട്ട് വരുന്ന രണ്ട് നോൺ മെറ്റൽ ആറ്റംസ് തമ്മിൽ എങ്ങനെയായിരിക്കും? കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇതിനെ ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ അല്ലെ? ആ ഒരു കോവാലന്റ് ബോണ്ടാണ് ഇതിനെ ആ ഒരു പൊസിഷനിൽ പിടിച്ചു നിർത്തുന്നത്. ഇനി ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കണം? യെസ്, ഹൈ അല്ലെ? നല്ല ഹൈ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ആർക്കുണ്ടാവുന്നത്? യെസ്, നമ്മുടെ കോവാലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡുകൾക്ക് ഉണ്ടാവുന്നത്. ദേ ആർ ഇൻസുലേറ്റേഴ്സ്. നോട്ട് ചെയ്യണം, അവരെന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നില്ല. ആര്? യെസ്, നമ്മുടെ നെറ്റ്വർക്ക് സോളിഡുകൾ അല്ലെങ്കിൽ കോവാലന്റ് സോളിഡുകൾ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യില്ല. അതിന്റെ എക്സാമ്പിളിൽ വരുന്ന ആൾക്കാരാണ് ഈ ഒരു ഡയമണ്ടും SiC അല്ലെ? ഇവരൊക്കെ ഇതിൽ വരുന്നതാണ്. സിലിക്കൺ കാർബൈഡ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, ഈ ഒരു കോവാലന്റ് സോളിഡിൽ വരുന്നതാണ്. പക്ഷേ ഇവിടെയും ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ആരാണ് എക്സെപ്ഷണൽ കേസ്? യെസ്, ഗ്രാഫൈറ്റ്. എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റിനെ എക്സെപ്ഷണൽ കേസിൽ കൊടുത്തിട്ടുള്ളത്? ബിക്കോസ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് അതിന് ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ലെയേർഡ് അല്ലെ? ഒരു ലെയറിന്റെ മുകളിൽ മറ്റേ ലെയർ, അങ്ങനെ ലെയേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഉണ്ടാവുന്നത്. അതുപോലെ ഇവർക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലെ? അപ്പൊ കോവാലന്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവാലന്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സോളിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ അതിലും ഒരു എക്സെപ്ഷണൽ കേസ് ആണ് നമ്മുടെ ഗ്രാഫൈറ്റ്. ഓക്കെ അല്ലെ? ഗ്രാഫൈറ്റ് എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നു അല്ലെ? ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കണ്ടക്ടേഴ്സിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ അല്ലെ? ബിക്കോസ് എന്തുകൊണ്ടാണ്? യെസ്, അതിന്റെ ലെയേർഡ് സ്ട്രക്ചർ കാരണമാണ് അത് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു നമ്മൾ പറഞ്ഞില്ലേ കോവാലന്റ് സോളിഡ്സ് എന്ന്, ഇതില്
ഈച്ച് കാർബൺ ആറ്റം ഇൻ ഡയമണ്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ഏതിന്? ഈ ഒരു കോവാലന്റ് സോളിഡുകൾക്ക് എക്സാമ്പിൾ ആണ് ഡയമണ്ട്, സിലിക്കൺ കാർബൈഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഡയമണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഡയമണ്ടില് ഓരോ കാർബൺ ആറ്റവും അതിന്റെ ചുറ്റുമുള്ള 4 കാർബൺ ആറ്റംസുമായിട്ട് കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുന്നത്. ശ്രദ്ധിക്കൂ, നമുക്കറിയാം ഇതൊരു കാർബൺ ആറ്റം ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട, ഇതൊരു കാർബൺ അല്ലെ. ഈ കാർബണ് എത്രയായിരിക്കും? കാർബണിന്റെ വാലൻസി നമുക്കറിയാം അല്ലെ, 4 വാലൻസി. 1, 2, 3, 4. അപ്പൊ ഇതെന്ത് ചെയ്യും? ചുറ്റും ഈ കാർബൺ എപ്പോഴും കാർബണിനോടാണ് എപ്പോഴും ടെൻഡൻസി അല്ലെ, എന്ത് ഫോം ചെയ്യാൻ? ബോണ്ട് ഫോം ചെയ്യാൻ അല്ലെ. അപ്പൊ 4 കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഈ കാർബൺ എന്ത് ചെയ്യും? വീണ്ടും എഗെയിൻ തൊട്ടടുത്ത് കിടക്കുന്ന 4 പേരായിട്ട് കാർബൺ വീണ്ടും എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ഈ ഫോം ചെയ്യുന്ന ഈ ബോണ്ട്സ് എന്ന് പറയുന്നത്, നോക്കിയേ, ശ്രദ്ധിക്കണം, ഈ ഫോം ചെയ്യുന്ന ഈ ബോണ്ടുകളൊക്കെ എങ്ങനത്തെ ബോണ്ട് ആയിരിക്കും? യെസ്, കോവാലന്റ് ബോണ്ട് ആയിരിക്കും. പിടികിട്ടിയല്ലോ, മനസ്സിലായോ? അപ്പൊ കാർബണും അതുകൊണ്ടാണ് ഡയമണ്ടിനെ നമ്മൾ എന്തിലേക്ക് പെടുത്തിയിട്ടുള്ളത്? കോവാലന്റ് സോൾഡുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പെടുത്തിയിട്ടുള്ളത്. കോവാലന്റ് സോൾഡിന്റെ എക്സാമ്പിൾ നമ്മൾ പെടുത്തിയിട്ടുള്ളത് ഡയമണ്ടിന്. എന്തുകൊണ്ടാണ്? യെസ്, ഡയമണ്ടിലുള്ള കാർബൺ ആറ്റംസ് ചുറ്റുമുള്ള 4 കാർബൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഈ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് അല്ലെ, ഭയങ്കര സ്ട്രോങ് ആണ് ഇവര് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയമണ്ട് എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഇലക്ട്രിസിറ്റീനെ എന്ത് ചെയ്യുന്നില്ല? കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. അതുപോലെ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ ഷാർപ്പ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റും ആയിരിക്കും. ഓക്കെ ആണല്ലോ? കിട്ടിയല്ലേ? Okay, each carbon atom in diamond is covalently bonded to 4 other carbon atoms. Okay അല്ലേ? ഇതില് ഈ ഭാഗത്ത് നമ്മള് ടെക്സ്റ്റിന്ന് ജസ്റ്റ് ഇതിന്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഒരു മിനിറ്റ്. ഇത് പാർട്ട് 2 അല്ല, നമ്മുടെ പാർട്ട് 1ലാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ പാർട്ട് 1ലാണ്, നമുക്ക് പ്ലസ് ടുവിന്റെ പാർട്ട് 1ലാണ്. യെസ്, കണ്ടോ, സോളിഡ് സ്റ്റേറ്റിൽ വരുന്നതാണ്. യെസ്, നമ്മൾ നേരത്തെ ക്വാർട്സ് എന്ന് പറയുന്നത് ഓർമ്മയുണ്ട്? ഒരു എക്സാമ്പിളില് നമ്മള് അമോർഫസും ക്രിസ്റ്റലൈൻ്റെ അല്ല ക്വാർട്സിന്റെ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് കേട്ടോ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഒക്കെ അല്ലേ? കാണുന്നുണ്ടാവും എന്ന് തോന്നുന്നു. ക്ലിയർ അല്ലേ? അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡ്സുകളുടെ ക്വാർട്സിന്റെ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് കേട്ടോ ഇത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്, കോവാലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക്. ഓക്കെ, കണ്ടോ, ഇതാണ് നെറ്റ്വർക്ക് സ്ട്രക്ചർ ഓഫ് ഡയമണ്ട്. ഇത് സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ്. പിടികിട്ടിയല്ലോ? നോക്കി നോക്കൂ. നമുക്ക് ഈ സ്ട്രക്ചർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെക്സ്റ്റ് ഒന്ന് എടുത്തത്. ഓക്കെ, നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ഡയമണ്ടിന്റെ സ്ട്രക്ചർ. ഇത് ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ ആണ്. ഗ്രാഫൈറ്റിൽ നമ്മൾ പറഞ്ഞില്ലേ ലെയേർഡ് ആണെന്ന്. കണ്ടോ, ഇത് ഫസ്റ്റ് ലെയർ, എഗെയിൻ ഇത് സെക്കൻഡ് ലെയർ, ഇത് തേർഡ് ലെയർ. ഓക്കെ, ഇത് തേർഡ് ലെയർ, മൂന്നാമത്തെ ലെയർ. ഓക്കെ അല്ലെ? ഈ ലെയേഴ്സിൽ ഇത് എവിടെയൊക്കെ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ സ്ലൈഡ്. കണ്ടോ, ഡിഫറെന്റ് ലെയേഴ്സ് ക്യാൻ സ്ലൈഡ് ഓവർ വൺ അനദർ. ദിസ് മേക്ക് ഗ്രാഫൈറ്റ് എ സോഫ്റ്റ് സോളിഡ് ആൻഡ് എ ഗുഡ് സോളിഡ് ലൂബ്രിക്കന്റ്. കണ്ടോ, ഇവിടെ തന്നിട്ടുണ്ട് ടെക്സ്റ്റില് കറക്റ്റ് ആയിട്ട്. കണ്ടോ, ഇതവിടെ
the different layers, last portion can slide over one another. കണ്ടോ, ഗ്രാഫൈറ്റ് is soft solid and a good solid lubricant. കണ്ടില്ലേ, തന്നിട്ടില്ലേ ഇതില്? ഓക്കെ, കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേ സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവര് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ആര്? ഗ്രാഫൈറ്റ്. എന്നാൽ ഡയമണ്ടിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഡയമണ്ടിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ടോ, ഓരോ കാർബൺ ആറ്റംസും ചുറ്റുമുള്ള, അല്ലെ, ഓരോ കാർബൺ ആറ്റംസും അതിന് ചുറ്റുമുള്ള 4 കാർബൺ ആറ്റംസുമായിട്ട് ഏത് ബോണ്ടായിരിക്കും വരുന്നത്? യെസ്, കോവാലന്റ് ബോണ്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അറിയാവുന്ന കാര്യമാണല്ലോ. ജസ്റ്റ് ഞാൻ ഇതൊന്ന് പിക്ചർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനുമല്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, എഗെയിൻ നമുക്ക് നമ്മുടെ നോട്ട്സിലേക്ക് പോവാം. ഓക്കെ, ഇത് നമ്മൾ ടെക്സ്റ്റിലുള്ള ഭാഗങ്ങളാണ് കേട്ടോ. നോട്ട്സിലേക്ക് നമുക്ക് പോവാം. യെസ്, ഇനി നമുക്ക് അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ള ഭാഗം ഏതാണ്? ഇപ്പൊ നമ്മൾ 2 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലെ? ഓക്കെ, പോളാർ കഴിഞ്ഞു, ഇപ്പൊ പഠിച്ച കോവാലന്റ് കഴിഞ്ഞു. യെസ്, ഏറ്റവും ലാസ്റ്റത്തെ കേട്ടോ. ഓക്കെ അല്ലെ? അയോണിക് സോളിഡ്സ്. യെസ്, അയോണിക് സോളിഡ്സ് ഏറ്റവും അവസാനത്തെ ക്ലാസിഫിക്കേഷന്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തി. അയോണിക് സോളിഡ്സ്. In these, ions are held together by strong coulombic അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. അതായത് അയോണിക് സോളിഡുകളില് അയോൺസിനെ നമ്മൾ പരസ്പരം ബൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൂളോംബിക് ഫോഴ്സസ് അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് വഴിയാണ്. നിങ്ങളൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കൂളോംബിക് ഫോഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെ? ലണ്ടൻ ഫോഴ്സസ് ഇതൊക്കെ അറിയാം അല്ലെ? അപ്പൊ കൂളോംബിക് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നൊക്കെയാണ് പറയാ. ഇത് വഴിയാണ് നമ്മൾ അയോണിക് സോളിഡുകളില് അയോൺസിനെ നമ്മൾ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ അല്ലെ? ഇനി ദേ ആർ ഹാർഡ്. അവരെങ്ങനെയാണ്? ഭയങ്കര ഹാർഡാണ്. അത് ബ്രിട്ടിൽ ഇൻ നേച്ചർ അല്ലെ? പെട്ടെന്ന് ബ്രിട്ടിലാണ്, പൊട്ടിപ്പോവാനുള്ള ഒരു ഇത് കാണിക്കുന്ന ആൾക്കാരാണ്. ബ്രിട്ടിലാണ് അവര്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ ബോയിലിംഗ് പോയിന്റ്. അവരുടെ മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിന്റും എങ്ങനെയായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. അതുപോലെ ഇൻ സോളിഡ് സ്റ്റേറ്റ് ദേ ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. യെസ്, ഖരാവസ്ഥയില് ഇപ്പൊ നമ്മൾ അയോണിക് സോളിഡുകളെ നമ്മൾ ഖരാവസ്ഥയിൽ അല്ലെങ്കിൽ അവരുടെ സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. എന്നാൽ ഇൻ മോൾട്ടൻ സ്റ്റേറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബിക്കോസ് ions become free to move. Yes, ശ്രദ്ധിക്കണം. എന്നാൽ ഇവരുടെ മോൾട്ടൺ സ്റ്റേറ്റില്, ഉരുകിയ അവസ്ഥയില്, സോളിഡിന്റെ ഈ ഒരു അയോണിക് സോളിഡിന്റെ ഉരുകിയ അവസ്ഥയില് ഇവരെന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുമെന്ന് പറയുന്നത്? യെസ്, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? നിർബന്ധമായിട്ടും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു, ഈ അയോൺസ് എന്തായിട്ട് മാറും? അയോൺസിന് മൂവ് ചെയ്യാൻ അല്ലെ? മോൾട്ടൺ സ്റ്റേറ്റില് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കിട്ടും അല്ലെ? ഫ്രീ ടു മൂവ്. അങ്ങനെ മൂവ് ചെയ്താൽ മാത്രമല്ലേ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുള്ളൂ. യെസ്, അങ്ങനെ അവര് ഇൻസുലേറ്റേഴ്സിൽ നിന്നും കണ്ടക്ടേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ്, KNO3. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? അയോണിക് സോളിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലെ? അപ്പൊ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ ഒന്നുകൂടി നോക്കി വെക്കുക. ഏത് ഫോഴ്സ് ആണ്? കൂളോംബിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും അല്ലെ? കൂളോംബിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇവര് ബൈൻഡ് ചെയ്യുന്നത്. ഹാർഡാണ്, ബ്രിട്ടിലാണ്, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആന്ന് ഓർത്ത് വെക്കുക. സോളിഡ് സ്റ്റേറ്റില് അവരെന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. എന്നാൽ മോൾട്ടൺ സ്റ്റേറ്റില് അവരെന്ത് ചെയ്യുന്നു? കണ്ടക്ട് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നു. പിന്നെ അതിന്റെ എക്സാമ്പിൾസും. ഓക്കെ അല്ലെ? പിടികിട്ടിയില്ലേ? യെസ്. ഇനി മെറ്റാലിക് സോളിഡ്സ്. ഏറ്റവും അവസാനത്തെ ക്ലാസിഫിക്കേഷൻ. ഇൻ ദീസ്, മെറ്റാലിക് എന്ന് പറയുമ്പോൾ മെറ്റൽസിന്റെ കാര്യം ഓർത്ത് വെക്കുക. മെറ്റൽസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലെ? യെസ്, ഇൻ ദീസ് പോസിറ്റീവ് അയോൺസ് ആർ surrounded by and held together by a sea of free electrons. യെസ്, ഇവിടെ പോസിറ്റീവ് അയോൺസിനെ സറൗണ്ട് ചെയ്തുകൊണ്ടും അതിനെ ബൈൻഡ് ചെയ്തുകൊണ്ടും എന്തുണ്ടായിരിക്കും? ഒരു ബൈ എ സീ ഓഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സമുദ്രം പോലെ അല്ലെ? ഒരു കടല് പോലെ, ഒരു സമുദ്രം പോലെ എന്തുണ്ടായിരിക്കും? ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും, സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും.
ദീസ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെ, ദീസ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ മൊബൈൽ ഇലക്ട്രോൺസ്, ഫ്രീ എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായ, മൊബൈൽ ചെയ്യുമ്പോൾ മൊബൈൽ എന്ന് പറഞ്ഞ എന്താണ്, മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അല്ലെ, മൊബൈൽ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. നമുക്കറിയാം അല്ലെ, മെറ്റൽസ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഹൈ ആയിരിക്കും. അപ്പൊ മെറ്റാലിക് സോൾഡുകൾ എന്ന് പറഞ്ഞ എന്താണ്, അവരുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയും ഒക്കെ ഹൈ ആയിരിക്കും. എന്തുകൊണ്ടാണ് അതിന് ഹൈ എന്താണ് ഈ ഒരു തെർമൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, യെസ്, അവരുടെ കയ്യില് ഫ്രീ ആയിട്ടുള്ള മൊബൈൽ ആയിട്ടുള്ള ധാരാളം ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലെ, അതുകൊണ്ട് തന്നെ അവരെന്താണ്, യെസ്, നല്ല അല്ലെ, നല്ല ഹൈ ആയിട്ട് അല്ലെങ്കിൽ നല്ലോണം എന്ത് കാണിക്കുന്നുണ്ടാവും, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടൻസ് കാണിക്കുന്നുണ്ടാവും. ഇനി ഡ്യൂ ടു ദിസ് മൊബൈൽ ഇലക്ട്രോൺസ് മെറ്റൽസ് ഹാവ് ലെസ്റ്റർ ആൻഡ് കളർ. ഈ ഒരു മൊബൈൽ ഇലക്ട്രോൺസ് കാരണം, മൊബൈൽ ഇലക്ട്രോൺസ് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, മൂവ് ചെയ്യാൻ കപ്പാസിറ്റിയുടെ ഇലക്ട്രോണുകളാണ് നമ്മൾ മൊബൈൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഇലക്ട്രോൺസ് ആണ് എന്തിന് റെസ്പോൺസിബിൾ, എന്തിന് കാരണക്കാര്, നമുക്കറിയാം ഇതൊക്കെ നല്ല ലെസ്ട്രസ് ആണ്. ലെസ്ട്രസ് എന്ന് പറയുമ്പോൾ നല്ല തിളക്കമുള്ളതും അതുപോലെ തന്നെ കളറുള്ള ആൾക്കാരാണ് അല്ലെ, മെറ്റൽസില് മെറ്റാലിക് സോൾഡുകൾ പൊതുവെ ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഗോൾഡ് സിൽവർ എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നല്ല തിളക്കമുള്ള ആൾക്കാരല്ലേ, ഗോൾഡ് സിൽവർ അല്ലെ, ഒക്കെ നല്ല പളപളാന്ന് തിളങ്ങുന്ന ആൾക്കാരാണ്. കളേർഡ് ആയിട്ടുള്ളത് കിട്ടും അല്ലെ, അതുപോലെ വേറെ പല ആൾക്കാരും ഇതിൽ വരുന്നുണ്ട്, കളേർഡ് ആണ്, ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെ ഈ ഒരു മെറ്റാലിക് സോൾഡുകളുടെ പ്രോപ്പർട്ടിയാണ്. ഇതിനൊക്കെ കാരണക്കാർ ആരാണ്, അതിലത്തെ മൊബൈൽ ഇലക്ട്രോണുകളാണ്. ഓക്കെ അല്ലെ. അപ്പൊ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയായിരുന്നു, ഈ പോസിറ്റീവ് അയോൺസിന്റെ ചുറ്റും എന്തുണ്ടായിരിക്കും, ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഹൈ തെർമൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് കാരണം. ഇതേപോലെയുള്ള മൊബൈൽ ഇലക്ട്രോൺസ് ആണ് ഇതിന്റെ ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ തിളക്കം, അതിനും അതിന്റെ കളറിനൊക്കെ കാരണക്കാര്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗോൾഡിനെയും സിൽവറിനെയും പറയാം. പിടികിട്ടിയല്ലോ, ഓക്കെ അല്ലെ. അപ്പൊ ഇത്രയുമാണ് ഇവരുടെ എന്തിലേക്ക് വരുന്നത്, ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ അല്ലെ. ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ്, യെസ്, നമ്മുടെ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. യെസ്, സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമോർഫസും ക്രിസ്റ്റലൈൻ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ക്രിസ്റ്റലൈനും അമോർഫസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇത്ര നേരം, ഓക്കെ അല്ലെ, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. ഓക്കെ ആണല്ലോ, പിടികിട്ടിയല്ലോ. അപ്പൊ ക്ലാസിഫിക്കേഷനിൽ ഓരോ ക്ലാസിഫിക്കേഷനും കറക്റ്റ് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, മനസ്സിലാക്കി പഠിക്കണം. അതിൽ എക്സാമ്പിൾസ്, അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഓരോ ക്ലാസിഫിക്കേഷന്റെയും എക്സാമ്പിൾസ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലെ. എക്സാമ്പിളുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഓരോ എക്സാമ്പിൾസും അത് ഏത് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ ഏത് ക്രിസ്റ്റൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് കിട്ടിയിരിക്കണം. ഓക്കെ ആണല്ലോ. അതുപോലെ വേരിയസ് ടൈപ്പ് ഓഫ്, നമുക്ക് കുറെ എക്സാമ്പിൾസ് തന്നിട്ട് ഇതിന് നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ചോദിക്കാൻ അയോണിക്, മെറ്റാലിക്, മോളിക്കുലർ, നെറ്റ്വർക്ക്, അങ്ങനെ ഓരോന്നും എടുത്ത് എഴുതാനൊക്കെ നമുക്ക് മീൻസ് നോട്ട് ചെയ്യാനൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ അല്ലെ. അപ്പൊ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, അതില് ഓരോ എക്സാമ്പിൾസും ഏതിന്റെ താഴെയാണ് വരുന്നത് എന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഓരോ ക്രിസ്റ്റൽസിനും വരുന്ന അല്ലെങ്കിൽ ഓരോ സോളിഡിലും വരുന്ന മാക്സിമം എക്സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യുക, അത് നോട്ട് ചെയ്യുക, ഇരുന്ന് പഠിക്കുക. പിടികിട്ടിയോ? എന്നാലേ നമുക്ക് ധാരാളം എക്സാമ്പിൾസ് വഴിയേ നമുക്ക് ഈ ഒരു കറക്റ്റ് ഇതിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ മോളിക്കുലർ സോളിഡ്, നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സിനെ ബേസ് ചെയ്ത് കിട്ടാവുന്ന അത്രയും എക്സാമ്പിൾസ് കളക്ട് ചെയ്യുക, അത് നോട്ട് ചെയ്യുക, അതിരുന്നിട്ട് നന്നായിട്ട് പഠിക്കുക. കേട്ടല്ലോ. അപ്പൊ ഓരോ എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് സോളിഡാ ചോദിച്ചാലും സോളിഡ്സിന്റെ താഴെയുള്ള എക്സാമ്പിളുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കണം. ഓക്കെ അല്ലെ. അതുപോലെ ഒരു തെർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ഹൈ ആണോ ലോ ആണോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലെ. അതുപോലെ തന്നെ അതിന്റെ ഹാർഡ് ആണോ ബ്രിട്ടിൽ ആണോ സോഫ്റ്റ് ആണോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ അല്ലെ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അതുപോലെ അമോർഫസിന്റെ സ്യൂഡോ സോളിഡ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. സ്യൂഡോ സോളിഡുകൾ അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും വെവ്വേറെ അല്ല. അതിന്റെ മെയിൻ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്ലാസ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ.
പിടികിട്ടിയല്ലോ? ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പിന്നെ നമുക്ക് ഇനി എടുക്കാനായിട്ടുള്ളത് നമ്മുടെ പ്രിമിറ്റീവ് ഇനി യൂണിറ്റ് സെല്ല്, ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെല്ല്, പാക്കിംഗ് എഫിഷ്യൻസി, അങ്ങനെയുള്ള ഭാഗം നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? സോ നമുക്ക് ക്ലാസ് ഇന്നത്തെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വേറൊരു ദിവസം നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ താങ്ക് യു.